നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയിൽ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിനെ എതിർക്കുകയാണ് UDF. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ, നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുമ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുകയായിരുന്നു. അപ്പോൾ പാർട്ടി സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചു. അതിപ്പോൾ രാഹുലല്ല മറ്റേതൊരു MLA ആണെങ്കിലും അത് ജനം തെരഞ്ഞെടുത്താണ്. നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് എങ്ങനെയാണ് അയോഗ്യനാക്കുക എന്നത് ആ നിലപാട് തന്നെയാണോ പൊതുവിൽ UDFനാകെ സ്വീകാര്യമായ നിലപാട് എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലും വന്നത്? അതെ, തീർച്ചയായിട്ടും അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പരാതി നൽകിയിരിക്കുന്നത് CPMന്റെ അംഗമായിട്ടുള്ള DK മുരളിയാണ്. അതിൽ ഒരു അവ്യക്തതയുണ്ട്. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം ആ പരാതിയിൽ പറയുന്നത്. അതാണ് സ്പീക്കർ പിന്നീട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക് ഈ പരാതി നൽകുകയും ചെയ്തു. ഒരു പക്ഷേ ഇത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും തരത്തിൽ അയോഗ്യനാക്കുകയാണെങ്കിൽ വ്യാജമായി ഇത്തരത്തിൽ ഒരു MLAക്കെതിരെ ഇനി തുടർന്നും ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് UDF പ്രത്യേകിച്ചും കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും എത്തിക്സ് കമ്മിറ്റി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ തുറന്ന് എതിർക്കുകയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ UDFും. എന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടല്ല. അദ്ദേഹത്തെ നേരത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ് എന്നുള്ളതും പ്രതിപക്ഷ ഒരു ക്ലാരിറ്റി വേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമൊക്കെ സ്വാഭാവികമായും ഭരണപക്ഷത്ത് നിന്ന് ഉയർന്നു വരാം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ. അപ്പോൾ ആ പോയിന്റിൽ കുറെ കൂടി ക്ലാരിറ്റി വേണമല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിന്റെ മെറിറ്റ് അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടല്ല അയോഗ്യനാക്കുന്നതിനെ എതിർക്കുന്നത് എന്ന കാര്യമാണോ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത്? അതായത് ആന്റണി രാജു അയോഗ്യനായി, അതായത് കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചതോടുകൂടി അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് കോടതി കണ്ടെത്തിയത് കൊണ്ട് അത്തരത്തിൽ ആന്റണി രാജുവിന് അയോഗ്യത വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിപട്ടികയിലുള്ള ഒരാളെ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ മാത്രമുള്ള ഒരാളെ അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ അത് തെറ്റായ കീഴ്വഴക്കമാണ്. പലരും പ്രതിപട്ടികയിലുണ്ട്. അതോടൊപ്പം തന്നെ മുകേഷ് അടക്കമുള്ള ആളുകൾക്ക് എതിരെ കേസുകളുണ്ട്. അവരും പ്രതിപട്ടികയിലുള്ള ആളുകളാണ്. അപ്പോൾ എന്ത് നിലപാട് അവർക്കെതിരെ സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ ഇങ്ങനെ അയോഗ്യനാക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ പലതരത്തിലുള്ള കേസുകളുണ്ട്. കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടില്ല, ദുരുപയോഗം ചെയ്യപ്പെടും. എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് അത്തരത്തിൽ ദുരുപയോഗം ചെയ്യാനാകുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ തുറന്ന ഒരു സമീപനത്തിൽ കോൺഗ്രസും UDFും മുന്നോട്ട് വരുന്നത്. ഈ എത്തിക്സ് കമ്മിറ്റിക്ക് നിയമപരമായി അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു മുൻകാല കീഴ്വഴക്കമൊന്നുമില്ല. ഒരു MLAയെ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അയാളെ അയോഗ്യനാക്കുക അങ്ങനെ ഒരു നിയമപരമായ അധികാര പരിധി ഉണ്ടോ? അക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ടോ സ്പീക്കറുടെ ഓഫീസ് ഉൾപ്പെടെ? ഏതായാലും നിലവിൽ സ്പീക്കറുടെ അത്തരത്തിലുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പീക്കറുടെ ഓഫീസിന്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ഇനി വരും കമ്മിറ്റികൾ ചേർന്ന് അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് അറിയേണ്ടതാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറയുന്നത്, നിയമപരമായി എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു MLA പുറത്താക്കുന്നതിന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് UDF ഉയർത്തി കാണിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്ററി പാർട്ടിയിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടിലേക്ക് UDF ഒന്നാകെ എത്തുന്നതും. രതീശൻ. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ പൊതു തീരുമാനമെന്നത് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റി നീക്കം അതിനെ എതിർക്കുക എന്നത് തന്നെയാണ്. അതിന് പ്രതിപക്ഷത വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു അംഗത്തെ, അതിപ്പോൾ ഏത് കേസാണെങ്കിലും അങ്ങനെ ഒരു അംഗത്തെ എങ്ങനെയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് അയോഗ്യനാക്കാൻ കഴിയുക എന്ന ചോദ്യവുമാണ്.